ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സെന്നിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മൾ ഈ വണ്ടിയിൽ ബമ്പർ ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. i20ൻ്റെ ബമ്പർ ലിപ്പാണ് ആഡ് ചെയ്യണത്. കുറേ കാലമായി ചെയ്യണം വിചാരിച്ച് വെക്കുന്നു. ഓരോ വണ്ടി വരും കയറിപ്പോവും. അപ്പോൾ ഇതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ബമ്പർ ലിപ്പ്. ഇതാണ് പാർട്ട് നമ്പർ. ഇത് കിട്ടാൻ വളരെ ടാസ്ക്കാണ്, റയറായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ കോമൺ ആയിട്ട് സണ്ണിലൊക്കെ ചെയ്ത് കണ്ടുവരുന്ന ലിപ്പാണിത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ലിപ്പ് തന്നെയാണ്. പിന്നെ സാമ്രായിൻ്റെ ലിപ്പുണ്ട്, അതേമാതിരി ബസ്സിൻ്റെ എയർ ഡോറിൻ്റെ ബീഡിങ് വെച്ചിട്ടും ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തിരിമാടി ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്. ഇതന്നെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലും. കുറേ വണ്ടിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ലിപ്പ്. അത് വേറെ തന്നെ ലുക്കാണ് വണ്ടിക്ക് കിട്ടുക. ഇച്ചിരി ലോവർ ചെയ്ത മാതിരി ഉണ്ടാവും. കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഉണ്ടാവുക. ഹാൻഡിൽ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് ആ വീഡിയോ ചെയ്യുമ്പോൾ ഫിറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെ ആ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ആ വീഡിയോയിൽ കാണാം. നമ്മളവിടെ ലിപ്പ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് സ്ക്രൂസാണ്. ഇതിന് പറയാം സെൽഫ് ഡ്രില്ലിങ് സ്ക്രൂസാണ്. ഈ സെയിം സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മളവിടെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമുക്കൊരു ഡ്രില്ലിങ് മെഷീനും വിറ്റും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അടിച്ച് കയറ്റാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വാഷറും ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ വാഷർ ആഡ് ചെയ്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഫിറ്റിങ് പക്കയായിരിക്കും, ഒന്നും അനങ്ങ പോലില്ല. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രൂസ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുക്കുന്ന ഒരു ഡ്രില്ലിങ് മെഷീനും 8ൻ്റെ ബിറ്റുമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലിപ്പ്. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക, അതേമാതിരി ലിപ്പിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിന് അടിച്ച് പോവുക. ഫിക്സ് ചെയ്തിട്ട് സെൻറ്ററിന് അടിച്ച് കാണിച്ചു തരാം. ഫിക്സ് ചെയ്ത് ഇതിലാണ് ഹോൾസ് അടിക്കുക. ഹോൾസ് അടിച്ച് പോവുക. അപ്പോൾ ഈ എൻഡിലെത്തും. എൻഡിൽ നമ്മളിവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഫിക്സ് ചെയ്തതാണ്. അതേപോലെ ഇതിപ്പോൾ ഫിക്സ് ചെയ്യണമെങ്കിൽ തന്നെ ഡ്രില്ലിങ് മെഷീനൊരു ഗ്യാപ്പ് വരണം. അതുകൊണ്ട് നമ്മളവിടെ ബ്രിക്ക് യൂസ് ചെയ്തിട്ട് വണ്ടി ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാം. ഈ ബാക്കി ഞാൻ ഡ്രില്ല് ചെയ്തിട്ട് നമ്മുടെ വണ്ടീൻ്റെ വർക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അടിച്ച് അവിടെ എത്തി. ഈ ഒരു പോർഷൻ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇതോടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു കട്ട് ചെയ്യാണ്ട്. അപ്പം ഈ ഒരു പോർഷൻ കണ്ടോ, ലിപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേ ബെൻഡ് വരുന്ന ഭാഗമില്ല, ഇവിടെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. എന്തായാലും സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ലിപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്.